നല്ല രീതിയിൽ ഞാൻ പറയുന്ന രീതിയിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് എന്റെ മുമ്പുള്ള വീഡിയോയും ഈ ഒരു വീഡിയോയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫേസിലുണ്ടായിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും ഒക്കെ കുറയ്ക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു സിറം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. ഞാൻ ഭയങ്കരമായിട്ട് ഓരോ പ്രോഡക്റ്റും ഞാൻ ഇങ്ങനെ പറയുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ടിരുന്ന് അത് സ്റ്റഡി ചെയ്ത് ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു സിറം എനിക്ക് പേഴ്സണലി നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊരു വീഡിയോ ചെയ്യുന്നത്. എനിക്കുണ്ടായ റിസൾട്ട് മാത്രമേ ഞാനോട് പറയുന്നുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് നോക്കാട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സിറം, പ്ലമ്മിൻ്റെ വിറ്റമിൻ സി 50% സിറമാണ്. ഫസ്റ്റിൽ ഞാൻ ഈ ഒരു സിറം യൂസ് ചെയ്തപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ബ്രേക്ക്ഔട്ട്സ് വന്നു, പിമ്പിൾസ് വന്നു. കാരണം ഞാൻ ഇതിൻ്റെ കറക്റ്റ് ക്വാണ്ടിറ്റിയിലും കറക്റ്റ് രീതിയിലും അല്ല ഞാൻ ഇത് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഡാമേജ് ഉണ്ടാക്കി. പക്ഷേ കറക്റ്റായിട്ട് ഞാൻ പിന്നീട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അടിപൊളി റിസൾട്ടാണ് തന്നത്. നന്നായിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറച്ച്, ഡൾനെസ് ഒക്കെ മാറ്റി, പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്ത് പോരെന്ന് പറഞ്ഞത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി മനസ്സിലാക്കാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പണി കിട്ടും. പക്ഷേ നല്ല രീതിയിൽ, ഞാൻ പറയുന്ന രീതിയിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് എൻ്റെ മുമ്പുള്ള വീഡിയോയും ഈ ഒരു വീഡിയോയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ മേക്കപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ഡാർക്ക് സ്പോട്ട്സോ കാര്യങ്ങളോ ഒന്നും എൻ്റെ ഫേസിലില്ല. ഞാൻ ശരിക്കുള്ളൊരു ഫേസിൻ്റെ ഫോട്ടോ ഞാനിവിടെ കാണിക്കാം. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് സ്റ്റേജും ഇപ്പോൾ എങ്ങനെയാണ് എൻ്റെ സ്കിന്നും ഇരിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഗ്ലോ ബൂസ്റ്റ് സിറം എന്നാണ് ഇവർ പറയുന്നത്. നന്നായിട്ട് ഗ്ലോ ചെയ്യും. പക്ഷേ എനിക്ക് ഗ്ലോ ചെയ്യുന്നതിലുപരി എൻ്റെ ഫേസിലുണ്ടായിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും, ഈ ചുണ്ടിന് ചുറ്റുമായിട്ട് നല്ലതായിട്ട് ഡാർക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് കവർ ചെയ്യാൻ, നന്നായിട്ട് മാറാനായിട്ട് ഈ ഒരു സിറം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചേരുന്ന ഒരു സിറം അല്ല. സെൻസിറ്റീവ് സ്കിന്നുകാർ ഇത് യൂസ് ചെയ്യരുത്, അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഡ്രൈ സ്കിന്ന്, ഓയിലി സ്കിന്ന്, നന്നായിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ള സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ പറയുന്നത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് റേഡിയൻറ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് പ്ലം ആക്കി തരും എന്നാണ് ഇതിൽ പറയുന്നത്. ഇത് ഞാൻ ഫുള്ളി യൂസ് ചെയ്തിട്ടില്ല. ഫുള്ളി യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് എനിക്കറിയില്ല. യൂസ് ചെയ്തതിന് ശേഷം ഞാനൊരു ഷോർട്ടായിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. ഇതിൽ പിന്നെ പറയുന്നത് ഡാർക്ക് സ്പോട്ട്സും സൺ ഡാമേജ്, ഡൾ സ്കിന്നൊക്കെ മാറ്റി തരും എന്നാണ് പറയുന്നത്. പിന്നെ കണ്ണിന് തൊട്ട് താഴെയൊന്നും ഇത് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. കാര്യം അത് അവോയ്ഡ് ചെയ്യുക, അതിൻ്റെ ആവശ്യമില്ല. അവിടെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകം സിറവോ അല്ലെങ്കിൽ ജെല്ലോ ക്രീമോ ഒക്കെ കിട്ടും. അതായത് കണ്ണിന് താഴെയുള്ള ഡാർക്ക് സർക്കിൾസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ല. മെയിനായിട്ട് ഡാർക്ക് സ്പോട്ട്സിനും നമ്മുടെ സ്കിൻ ഈവൻ ടോൺ ആക്കാനും ഡൾനെസ് ഒക്കെ മാറ്റി ഡാമേജ് ഒക്കെ ഒന്ന് മാറ്റി തരാനായിട്ടും ഒക്കെ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് പറയുന്ന രീതി വെച്ചിട്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം ബ്രേക്ക്ഔട്ട്സ് വന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള രീതിയിൽ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് കറക്റ്റ് റിസൾട്ട് വന്നത്. 1 വീക്കിൽ 3 വട്ടം ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് യൂസ് ചെയ്യുമ്പോൾ, കാരണം വേറെ സിറം കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വീക്കിലി ഒരു 4 or 5 വട്ടം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് ചൂടാക്കി, നന്നായിട്ടുള്ള ചൂടുവെള്ളം എടുക്കുക. അതിനകത്തോട്ട് ടവൽ മുക്കി പിഴിഞ്ഞെടുത്തിട്ട് ജസ്റ്റ് മുഖം നന്നായിട്ട് വൈപ്പ് ചെയ്യുക. നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഇട്ട് വാഷ് ചെയ്യില്ല, അതിനുശേഷം നന്നായിട്ട് ടവൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ ടവൽ ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് വൈപ്പ് ചെയ്യുക. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണോ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ സ്കിൻ ടൈപ്പിന് ചേരുന്ന ഒരു മോയ്സ്ചറൈസർ ചൂസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യുക. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചേരുന്ന ഒരു മോയ്സ്ചറൈസറാണ് പോൺസ്. അതിൻ്റെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്തൊക്കെ അല്ലെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയത് കേട്ടോ. ആ ഒരു മെത്തേഡിൽ ടവലെടുത്ത് നമ്മുടെ ഫേസ് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം, അതായത് നമ്മൾ ഓൾറെഡി വാഷ് ചെയ്തതുകൊണ്ട് നമ്മുടെ ഫേസിലൊന്നും കാണില്ലാന്ന് വിചാരിക്കേണ്ട. അത്യാവശ്യം എന്തായാലും എന്തെങ്കിലും പൊടി കാണാതിരിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഡ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോട്ടെ. മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട്, പോർട്സൊക്കെ ഒന്ന് ഓപ്പൺ ആക്കാനായിട്ടും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റിന് ശേഷം മാത്രം ഈ ഒരു സിറം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യേണ്ട രീതി, ഇത് എടുത്തിട്ട് നിറഞ്ഞു വന്നു, ഇതെടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെത്. തണ്ണിയല്ല, ഭയങ്കര തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ്. ഇത് ജസ്റ്റ് ഒരു 4 ഡോട്ട് ഫേസിൽ ഫുള്ളല്ല അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി പോകും കേട്ടോ. ഇത് എടുക്കുക, ജസ്റ്റ് ഇവിടെ ഒരു ഡോട്ട്, ഇവിടെ ഒരു ഡോട്ട്, ഇവിടെ ഒരു ഡോട്ട്, ഇവിടെ ഒരു ഡോട്ട്. ഇത് ഇടുന്ന വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. പക്ഷേ ഇതിൽ ഞാൻ കാണിക്കുന്നില്ല, കാര്യം എൻ്റെ ഫേസിലെ മേക്കപ്പ് ഒക്കെ പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. ജസ്റ്റ് ഡോട്ട് മാത്രം എടുത്തിട്ട് ജസ്റ്റ് പ്രസ് എല്ലായിടത്തും ഒന്ന് ആക്കിയിട്ട്, കൈ കൊണ്ടാക്കിയിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഇട്ട് ഉരയ്ക്കരുത്. ഉരച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, ഒന്നും പറ്റാൻ പോകുന്നില്ല. നമ്മുടെ കയ്യിൽ പറ്റുന്നില്ല, നമ്മുടെ ഫേസിലോട്ടൊന്നും പറ്റണില്ല. ചിലർക്ക് ഓക്കെ ആയിരിക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന്. പക്ഷേ ഇതിൻ്റെ രീതി ഇങ്ങനെ തന്നെയാണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. നെറ്റിയിലും എവിടേക്കാണോ പിഗ്മെൻറ്റേഷൻ ഉള്ള അവിടേക്ക്, പിന്നെ കഴുത്തിലൊക്കെ ആയിട്ട്. ഇനി കഴുത്തിൽ ജസ്റ്റ് ഡാർക്കൊക്കെ ഉണ്ട്, എന്താണെന്നറിയില്ല, കൊണ്ടുവന്ന് കാണിച്ചു നോക്കണം. ഷുഗറിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല, വെയിറ്റ് കൂടുന്നതിൻ്റെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഫേസിൽ ഇത് അങ്ങനെ കുറച്ച് ഡോട്ടായിട്ട് ഒരു പീസ് പൊട്ട് പോലെ, ഇത്രയല്ല, ഈ പൊട്ടല്ല, കുറച്ചുകൂടി വലിയ പൊട്ടിൽ ആ ഒരു അത്ര ഇളവെടുത്തിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്യുക. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇത്രയുള്ളൂ ഇതിൻ്റെ രീതി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.